സങ്കടം അഭിനയിക്കാം. ചവിട്ട എടുക്കുക. ഇനി കൈ സ്മെല് ചെയ്ത് നോക്ക്. എന്റെ കൈ പോയി ലെഫ്റ്റ് കേട്ടോ. ശരി മോനെ, മോനിങ്ങനെ ഇരുന്ന് ഇപ്പഴല്ലേ കിട്ടുള്ളൂ. കുഞ്ഞോളെ പച്ചിരിക്കും കേട്ടോ. ആ ഇവിടെ ക്യാമറ ഉണ്ട്, അപ്പച്ചിരിക്കും. കൊച്ചിന്റെ തൊപ്പി കൊടുക്ക്, മേടിച്ചോ. ഇപ്പോൾ നമ്മളുള്ളത് കക്കാടംപൊയിലാണ് കേട്ടോ. അപ്പോൾ ഡാഡിയും മമ്മിയും ചിറ്റയും കുട്ടികളൊക്കെ കൂടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയും കൂട്ടി നമ്മൾ നേരെ ചായയുടി കഴിഞ്ഞിട്ട് ഇതേ കക്കാടംപൊയിൽ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് വന്നേക്കാണ്. അങ്ങനെ ആറ്റുനൂറ്റി 2 വർഷം കഴിഞ്ഞ് കക്കാടംപൊയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളവുമില്ല, കറണ്ടും ഇല്ല, മോട്ടർ അടിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ കേട്ടോ. അങ്ങനെ ചേട്ടൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ ഇവിടെ കുഞ്ഞാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അവരിയ്ക്കുന്നത്. കുഞ്ഞുമോളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവരെയും കൊണ്ട് പോയ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വന്നോ? അങ്ങനെ ഇതേ വെള്ളം എടുത്ത് എത്തിയിട്ടുണ്ട്. ചേട്ടൻ എത്തിയതും കറണ്ട് വന്നതൊക്കെ ഒന്നിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ മോട്ടർ ഇടാൻ വേണ്ടി ഓടിയേക്കാണ്. ഇവിടുത്തെ കാഴ്ചകളാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ നമ്മൾ ചെന്ന സമയത്തും നല്ല മഞ്ഞുള്ള ടൈമായിരുന്നു. ഇതിപ്പോൾ കുഞ്ഞാണെങ്കിൽ അവൻ ക്യാൻ പോക്കുന്നത് പോലെ കാണിക്കുക, വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മൾ ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് ബിരിയാണി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മോട്ടറൊക്കെ അടിച്ചിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാരണം ഇവരെ ഒന്ന് ജസ്റ്റ് കക്കാടംപൊയിൽ ആ വെള്ളച്ചാട്ടമൊക്കെ കാണിച്ചിട്ടൊന്ന് തിരിച്ച് പോരണമെന്നായിരുന്നു. കാരണം അവർക്ക് വൈകിട്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണമായിരുന്നു കേട്ടോ. ഇവർ പോകുമ്പോൾ ഞാനും പോകും, അത് വേറൊരു കാര്യം. അങ്ങനെ ഇറങ്ങാൻ നേരം നോക്കിയപ്പോൾ അവിടെ ഒത്തിരി കശുവണ്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പെറുക്കിക്കൊണ്ട് പോവാം, നമുക്ക് ചുട്ട് കഴിക്കാമല്ലോ. അങ്ങനെ അത് പെറുക്കാനായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ നോക്കി എടുക്കുക, ചവിട്ടുക, അരിയുക, ചവിട്ടുക, എടുക്കുക. കുഞ്ഞിനാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട്, കിലോ കണക്കിന് ഇവിടെ ഉണ്ട്. എന്നടാ ഇതാ, അയ്യോ എടാ കുഞ്ഞപ്പ വിടല്ലേ. ഇല്ലേ കുഞ്ഞാന്റെ കൈ സ്മെല്ലൗട്ടറാ. അങ്ങനെ തന്നെ കറക്റ്റാണ്. എന്നാ ഡിക്രോ അങ്ങോട്ട് പോകട്ടോ, അവിടെ പാമ്പുകളുള്ള സ്ഥലമാണ്. അല്ലപ്പ ഡാഡിക്ക് ധൃതിയില്ലേ? എന്തായിരുന്നു ഡാഡിന്റെ ധൃതി പോവാനിട്ട്? കവർ കുഞ്ഞപ്പൻ്റെ കയ്യില്. ഇനി കൈ സ്മെല് ചെയ്ത് നോക്ക്. കുഞ്ഞോളെ കൈ എവിടെ? അയ്യോ കൈ അമ്മ എന്റെ കൈ പോയെന്ന്. എവിടെ പോണേലും നമ്മളെ ടീമിൽ എല്ലാവരും ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഇവിടെ നന്നായിട്ട് മഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നമുക്ക് നോക്കുമ്പോ കാണാൻ പറ്റുന്നുണ്ട് മഞ്ഞ്. പിന്നെ
മഴയുള്ള ദിവസമാണ് അപ്പൊ ചെന്നാലും പാടില്ല. അതാമാല എന്നാണ് കുഞ്ഞുമ്മ കുഞ്ഞുമ്മ ഇഷ്ടപ്പെട്ടാ സ്വിമ്മിംഗ് പൂൾ കാണിച്ചാ ശനി ഒരാളെ കാണിച്ചരാ. യാ ഹവല ആരിത് ഈ റിസോർട്ടിന്റെ ഓണർ. നിന്റെ വൈഫ് കണ്ടല്ലോ, വൈഫിന്റെ ഡാഡി മമ്മി അനിയത്തി അനിയത്തിയാ ചേച്ചി ഇത് ആരോ ഫ്രണ്ട് അതാണ് അനിയത്തിന്ന്. ഒരു ട്രാവൽ ഏജൻസി ആണ്. എനിക്ക് കുറച്ച് സാറുണ്ട് കൊടൈക്കനാലൊക്കെ പോണത്. രാവിലെ വരില്ലേ ഒരു 10 15 വരില്ലേ തമ്മിൽ കാണും. രാവിലെ 7 മണി 8 മണിക്കൊക്കെ നമ്പറൊക്കെ പോടാ. ആവശ്യം വരുന്നത് ഫോട്ടോ എടുത്തിട്ട് അതെ, കാലും കൈയൊന്നും നനയാതെ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. നല്ല കോടയുണ്ട് അങ്ങോട്ട് കുഞ്ഞുമോളും ഫോട്ടോ എടുക്കാം. ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങിന്നോ വീഡിയോ അവിടെ പോയി നിൽക്കാം. അവിടെ കുഞ്ഞോള് ആ അതന്നെ സ്റ്റെപ്പ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോ. കൈ കടിക്കില്ലെന്ന് മതി. ചപ്പലടി പൈൻ ട്രീ അല്ലല്ല ബാമ്പു മനസ്സിലായില്ലേ? ഫോൺ അയക്കും. ഇതിപ്പോൾ എന്താ സംഭവം എന്ന് എനിക്കും കാര്യമായിട്ട് അറിയില്ല കേട്ടോ. എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കണ്ടത്. എന്തായാലും സംഭവം ഞാൻ കളഞ്ഞില്ല, കാരണം അവളെ ഞാൻ എടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടതായിരിക്കണം. പിന്നെ കുഞ്ഞാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പൂളിൽ നമ്മളന്ന് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് അവിടെ ഇറങ്ങിയില്ല. അടുത്തുള്ളൊരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്തിന്? അവനൊരു ആൺകുട്ടിയല്ലേ. ആ അയ്യോ ഞാൻ എങ്ങനെ ചാട്. ചെരുപ്പ് തന്നെ പോകും. ചെറിയ ചെരുപ്പിട്ട് വന്നാ മതിയായിരുന്നു. പോലെ പോലെ കുഞ്ഞു കുഞ്ഞു നിക്ക് നിക്ക് നിക്ക്. വെള്ളം വേണം സാർ കേട്ട ശനുവേ ഒന്നും കൂടി വിളിച്ചു നോക്കിയ മോനെ. വിളിക്കടേ. പോണില്ല കോള്. ഈ ഡോട്ടി എന്ന് പറഞ്ഞ ആരാ? ഹെൽപ്പറോ? നമ്മള് വെള്ളത്തിലിറങ്ങാൻ വന്നത് വന്നേ വന്നേ പറയണ അതിലെ കയറാൻ പറ്റില്ലെന്നേ. ഇതില് വാടാ, അങ്ങനെ കയറി വരണ്ട. ഞാൻ വരുന്ന വഴിക്ക് വരണ്ട. ഡാഡി പപ്പ വരുന്ന വഴിക്ക് വന്നോ. ഡാഡി വാ. നിങ്ങൾ ഇവിടുന്ന് ആ കുട്ടീനെ വാങ്ങി വെക്കണേ. കുഞ്ഞപ്പ വാ. ആ വാ ചെപ്പ് വാ. മേലെ കയറി. ആ അത് ചെളികളാണ്, അതിൽ എടുക്കരുത്. വാ. നീന്താൻ പറ്റില്ല.
പോയി കുഞ്ഞു വന്നിട്ടാ ഞാൻ വിളിക്കാതെ വിളിച്ചു കേട്ടാ. ചേട്ടൻ മോനോ ഇത്ര കാര്യമുള്ളു. ഇവിടെ നിന്നോ ഈ വെള്ളത്തിലിരുന്നോ ഈ വെള്ളത്തിലിരുന്നോ? അവിടെ പോകൂല അപ്പുറം ഇറങ്ങിന്നോ. അമ്മ വരട്ടെ എന്നെ അവളെ പിടിക്കുക നീ വന്നാ ഒന്ന് പിരിഞ്ഞു പോയി. വേണോ? മധുരം കുറവില്ലേ? എനിക്ക് ചായ അല്ലേ? ചായ പറഞ്ഞില്ലേ? 3 മൂന്നാമത്തെ പൊത്ത് ഡെഡ് ബോഡി ഒക്കെ വന്നത്. ആ ഇല്ല കേട്ടോ, ഓല് നിർത്തിപ്പോയി. ആ ആ അവിടെ നിന്ന് മണ്ണെടുത്ത് ആ മണ്ണെടുത്തായിരിക്കും ഒരു നമുക്കെടുക്കാൻ പറ്റൂല. എടുക്കാം. താത്താന്റെ വീടിന്റെ ബാക്കിൽ കുറെ ആൾക്കാർ എടുത്തിട്ട്. ആ എടി അത് ഇല്ലടി. കോഴിക്കോട്, മഞ്ചേരി, തൃശ്ശൂര്, എറണാകുളം തിരിയാണ്ട് കേട്ടോ. അങ്ങനല്ലേ? ജസ്റ്റ് ഒന്ന് കക്കാടംപൊയിൽ കണ്ടു തിരിച്ചു വന്നു. ഇതേ നമ്മൾ ചായ കുടിക്കാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ വീട്ടിലേക്ക്. പിന്നെ ചേട്ടൻ 2-3 ചക്ക ഇടാൻ വേണ്ടിയിട്ട് മുകളിൽ കയറിയിട്ടുണ്ട്. കാരണം നമുക്ക് അങ്ങോട്ടേക്ക് ചക്ക ഒന്നും കിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഒത്തിരി ചക്ക ഉണ്ട് കേട്ടോ. എത്തി ഇനി വേണോ കയറ്? ഒരു മിനിറ്റ് ആ പോട്ടെ. ആ ഇത് പഴുത്തു.
ഔ കുറച്ച് സങ്കടം അഭിനയിക്ക അഭിനയിക്കുങ്ങള അതെ അഭിനയിക്കൂ കുറച്ച് സങ്കടം അഭിനയിക്കട്ടെ. കാണിച്ചു കൊടുക്കേണ്ടി വരും കണ്ടോ അന്ന് എന്നോട് പറഞ്ഞു അതെ കണ്ടോ? എൻ്റെ അമ്മായിപ്പം വിഷമിച്ചിക്കണെങ്കിൽ പോണോണ്ട് നീ പോവാലടി ബ്ലഡി പൂളെ. യെസ് ബ്ലഡി ഫുൾ. അപ്പൊ നന്ദിയുണ്ട് എന്തിന്? ചക്കാന്ന്. ഓ ആടിനെ തന്നില്ലല്ലോ. ശനിയെ ഡിക്കിലിട്ടുള്ളേ. ഒക്കെ ഇവിടെ ഉണ്ട്. വേണോ കയ്യില്? പോയിക്കോ പോയിക്കോ. ഇന്നൊന്ന് മനസ്സമാധാനായിട്ട് കിടന്നുറങ്ങണം. അപ്പൊ നിങ്ങൾ വരണ്ടടിയാന്നാ അല്ലേ വെറുതെ വെറുതെ പറയുമ്പോ വേറെ ആരെങ്കിലും നോക്കട്ടെ. ഇന്ന് മാത്രം. ഹലോ ഹലോ പോവാണ് പോയോണ്ടിരിക്കാണ്. എന്നാ ആ ചക്ക എന്താ? ആ അതൊക്കെ തന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെ അവർ തിരിച്ച് നിലമ്പൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയപ്പോൾ ഞാനും കയറി പോന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.